വിവാഹശേഷം എല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് വളരെ മനസമാധാനത്തോടു കൂടി ഈ ലൈഫ് ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. ബട്ട് മെജോറിറ്റി മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ആൾക്കാർക്ക് മനസമാധാനക്കേട് സൃഷ്ടിക്കുന്നത് സാമ്പത്തിക പ്രശ്നങ്ങളാണ്. എത്ര ശ്രമിച്ചിട്ടും സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് ഒരു പരിഹാരം കണ്ടെത്താൻ അവർക്ക് സാധിക്കുന്നില്ല. സോ ഇതിനുള്ള കാരണം എന്താണ്? നമുക്കറിയാം, അതൊരു ലവ് മാരേജ് ആണെങ്കിലും അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും കല്യാണ ശേഷം ആദ്യം സംഭവിക്കുന്ന ആദ്യത്തെ ഒരു ടൈം പീരീഡിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം എന്താ? ഭർത്താവ് സ്റ്റാർട്ടിങ് ടൈം ഒക്കെ അല്ലേ, അതുകൊണ്ട് തന്നെ ഭാര്യയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവന്റെ ഇൻകം മറന്ന് തല മറന്നെന്ന് പറയില്ലേ, എന്ന് പറയണ പോലെ ഇൻകം മറന്ന് ഭാര്യയ്ക്ക് സർപ്രൈസുകൾ കൊടുക്കുന്നു, ഗിഫ്റ്റുകൾ മേടിച്ചു കൊടുക്കുന്നു. സോ ഇതൊക്കെ കാണുന്ന സമയത്ത് ഭാര്യയ്ക്ക് സ്റ്റാർട്ടിങ്ങിൽ വളരെ സന്തോഷമായിരിക്കും. സോ അതുകൊണ്ട് തന്നെ പിന്നീട് വരുന്ന ഓരോ ബർത്ത്ഡേ ആവട്ടെ, സെലിബ്രേഷൻസ് ആവട്ടെ, ഇതിലൊക്കെ പുതിയ പുതിയ സർപ്രൈസ് ഗിഫ്റ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ ഭാര്യ എക്സ്പെക്ട് ചെയ്യും. അതുമാത്രമല്ല, പുതിയ പുതിയ ആഗ്രഹങ്ങൾ, നമുക്കൊരു വീട് വയ്ക്കണം, കാർ മേടിക്കണം, ഓൾറെഡി ഇപ്പോൾ ഉള്ള മൊബൈൽ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ മാറണം. ട്രെൻഡിൻ്റെ കൂടെ സഞ്ചരിച്ചില്ലെങ്കിൽ അവർ കണ്ടില്ലേ ആ രീതിയിലാണ് അവരുടെ ലൈഫ് സ്റ്റൈല്. എൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നവർ ഇങ്ങനെയാണ്, ഇപ്പോൾ ഫേസ്ബുക്കിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അവരുടെ റീൽസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അത് ഹസ്ബൻഡിനെ കാണിച്ചു കൊടുക്കുന്നു, നിങ്ങൾ ഇതുപോലെ ആയിട്ടില്ലെങ്കിൽ വളരെ മോശമാണ്. സോ ഇതൊക്കെ കാണുമ്പോൾ സ്റ്റാർട്ടിങ് ടൈമിൽ അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തു തുടങ്ങാണ്. പിന്നെ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് ആവുമ്പോൾ ഇത് അധികം നാളൊന്നും വൈഫിൻ്റെ കയ്യിൽ നിന്ന് മറച്ചു വയ്ക്കാൻ സാധിക്കില്ല. ഒരു ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുമ്പോൾ ഈ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് നാളൊക്കെ മറച്ചു വെക്കാൻ സാധിക്കും. ബട്ട് ഈ സ്ട്രെസ്സൊക്കെ ഭർത്താവിൻ്റെ തലയിലൊക്കെ കയറി കയറി ഒരു പെർട്ടിക്കുലർ ദിവസം ഇതാകെ എന്താ പറയുക പൊട്ടിത്തെറിക്കുക എന്ന് പറയില്ലേ, നമ്മളിതൊക്കെ പല മൂവീസിലും കണ്ടിട്ടുണ്ട്. ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മിഥുനം സിനിമ, മോഹൻലാലിൻ്റെ മൂവിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വാച്ച് പണയം വയ്ക്കുന്നവന് എവിടുന്ന സ്നേഹം. അതുവരെ പലപ്പോഴും ആ മൂവിയിലെ നായികയായിട്ടുള്ള ഉർവശിയുടെ അടുത്ത് അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും കാട്ടിക്കൂട്ടുന്നുണ്ട്. ഇത് എന്താണ് ആ വ്യക്തിയുടെ ഇൻകം, ഒരു മാസം എത്രത്തോളം ബുദ്ധിമുട്ട് ഈ ക്യാരക്ടർ ഫേസ് ചെയ്യുന്നുണ്ട്, ഇതൊന്നും മോഹൻലാൽ വൈഫായിട്ടുള്ള ഉർവശിയെ അറിയിക്കുന്നില്ല. അത് എന്താ പറയുക, ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നും വന്നുള്ള മിസ്റ്റേക്കാണ്. അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഡേറ്റ് എത്തുമ്പോഴാണ് ഇതൊന്നും സഹിക്കാൻ പറ്റാണ്ട് പൊട്ടിത്തെറിക്കുന്നത്. അങ്ങനെ ആ ഒരു പൊട്ടിത്തെറിയിൽ നിന്നായിരിക്കും വൈഫിന് മനസ്സിലാക്കുക ഇതാണ് ശരിക്കുള്ള സാമ്പത്തിക അവസ്ഥ. അപ്പോഴേക്കും കാലം കുറച്ച് കടന്നു പോയിട്ടുണ്ടായിരിക്കും, അവിടെ കടം കൂടിയിട്ടുണ്ടായിരിക്കും, ലോൺ ഒരുപാടായിട്ടുണ്ടായിരിക്കും, പലിശ കൊടുക്കാൻ വേണ്ടിയിട്ട് അത്രത്തോളം ബാധ്യത ആയിട്ടുണ്ടായിരിക്കും. പിന്നെയുള്ള അവരുടെ ജീവിതം എന്ന് പറയുന്നത് ഈ കടം വീട്ടാൻ വേണ്ടിയിട്ട് നടക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ അതുവരെ ജോലിക്ക് പോകാത്ത വൈഫായിരിക്കും. ഇനി ജോലിക്ക് പോയില്ലെങ്കിൽ ഒരു നിവൃത്തിയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകേണ്ടതായിട്ട് വരും. മെജോറിറ്റി മിഡിൽ ക്ലാസ് ഫാമിലിയിലെ ഭാര്യമാർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. എപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോയാലും ഇങ്ങേർക്ക് ഈ വില കുറഞ്ഞാൽ ഈ മുഷിഞ്ഞ ഈ കളറിലുള്ള ഡ്രസ്സ് മാത്രമേ പറ്റുള്ളൂ. നമ്മളൊക്കെ നല്ല നല്ല സംഭവങ്ങൾ ഇട്ടാലും ഈ ഒരു ഡ്രസ്സ് മാത്രമേ ആൾക്ക് പറ്റുള്ളൂ, വേറെ ഒന്നും പറ്റില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കറിയില്ല ഈ വ്യക്തിയുടെ അവസ്ഥ എന്താണ്, കയ്യിൽ എത്ര പൈസ ഉണ്ട്. ഇവർ ഷോപ്പിങ്ങിന് ഇറങ്ങുന്ന സമയത്ത് ആദ്യത്തെ ഒരു ഡ്രസ്സ് എടുക്കുമ്പോൾ ഭാര്യ ചിലപ്പോൾ അതിൻ്റെ ഭംഗിയും മറ്റു കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നതെങ്കിൽ ഭർത്താവ് അതിൻ്റെ പ്രൈസ് ടാഗിലോട്ടായിരിക്കും നോക്കണ്ടാവുക അല്ലേ. മക്കൾക്ക് നെക്സ്റ്റ് നോക്കണ സമയത്ത് അതിൻ്റെ പ്രൈസ് ടാഗ് എത്രയാ, അപ്പോൾ ഇത്ര എമൗണ്ട് ആയി. സോ അവസാനം ഇത്ര എമൗണ്ടാണ് ആളുടെ കയ്യിൽ ബാലൻസ് ഉള്ളതെങ്കിൽ അവിടെ എനിക്ക് ഇത്ര മതി, അത് എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്കിതാ ഇഷ്ടം. അപ്പോൾ പലരും പറയും കല്യാണത്തിന് മുമ്പൊക്കെ സൂപ്പർ ബ്രാൻഡുകൾ മാത്രം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ്, ഇപ്പോൾ ഇതൊക്കെ പറ്റുള്ളൂ, എന്താണെന്ന് അറിയില്ല. അതിന് കാരണം ഈ സാമ്പത്തിക പ്രശ്നമാണ്. ദെൻ കുറച്ചൊക്കെ കഴിഞ്ഞു ലേറ്റസ്റ്റ് ദമ്പതിമാർ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഭർത്താവ് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം, ഇപ്പോൾ ഷോപ്പിങ്ങിന് പോണ സമയത്ത് ആദ്യത്തെ പോലെയല്ലല്ലോ, കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രെൻഡിയായി ഹസ്ബൻഡും വൈഫിനും ഒരേ ബ്രാൻഡ് ഒരേ കളറുള്ള ഡ്രസ്സ് ഇട്ടിട്ട് വേണം പല ആഘോഷങ്ങൾക്ക് പോകാൻ. അപ്പോൾ ഈ പറയുന്ന പരിപാടി നടക്കില്ല. അങ്ങനെ ഇപ്പോൾ പൈസ തികയാണ്ടാവുമ്പോൾ ക്രെഡിറ്റ് കാർഡ് എടുത്ത് വീശുന്നു. ചില ആൾക്കാർ വലിയ വലിയ പ്രോഗ്രാംസിനൊക്കെ വേണ്ടിയിട്ട് പേഴ്സണൽ ലോൺ എടുക്കേണ്ട ആവശ്യം വരുന്നു. അങ്ങനെയാവുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് വല്ലാണ്ട് കൂടാണ്. സോ വിവാഹശേഷം ചെലവുകൾ കൂടി ചെലവ് ചുരുക്കാൻ സാധിക്കാണ്ട് ഉള്ള സമാധാനം നഷ്ടപ്പെട്ടുള്ള ഒരുപാട് ജീവിതങ്ങൾ നമുക്കറിയാം. സോ എങ്ങനെ ഇതിൽ നിന്നൊരു മോചനം നേടാം?
ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള ദിസ് ഇസ് കിരൺ CS. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KCS ക്ലാസ്സസ്. വിവാഹശേഷം എല്ലാവരും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കും. സോ ഇതിനുള്ള ആദ്യത്തെ ഒരു പോംവഴി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയാറുണ്ട്, ചിലപ്പോൾ കല്യാണത്തിന് മുമ്പ് ഈ നിശ്ചയമൊക്കെ കഴിഞ്ഞിട്ടാവാം, അല്ലെങ്കിൽ കല്യാണ ശേഷം ആദ്യത്തെ ദിവസമോ അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസമോ നമുക്ക് തുറന്ന് സംസാരിക്കാം, എന്തൊക്കെയാണ് നിന്റെ പാസ്റ്റ്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് പലപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കേൾക്കാറുള്ളതാണ്. ഇതിൽ നിങ്ങൾ മെയിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യം നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. നിങ്ങൾ ശരിക്കും പറയേണ്ടത് സമാധാനമായിട്ടുള്ള ജീവിതത്തിന് വേറെ ഒന്നുമല്ല, നിങ്ങളുടെ ഫിനാൻഷ്യൽ മാറ്റേഴ്സാണ്. ഭർത്താവിൻ്റെ ഇൻകം എത്രയാണെന്നുള്ളത് ഭാര്യയ്ക്ക് പ്രോപ്പറായിട്ടുള്ളൊരു അറിവുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഭാര്യ ചോദിക്കുള്ളൂ. ഇത് സ്റ്റാർട്ടിങ് ടൈമിൽ നമ്മൾ ആദ്യ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നൊരു കാര്യമാണ്, ഇല്ലാത്ത സാലറി, ഇല്ലാത്ത തറവാടിത്തം, ഇതൊക്കെ പിരിപ്പിച്ചിട്ടായിരിക്കും പല ആൾക്കാരും കല്യാണം കഴിക്കുക. അതിനുശേഷം ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞു, കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമ്പോഴാണ് മനസ്സിലാക്കുക ഈ മുങ്ങുന്ന കപ്പലിലാണ് വന്ന് പെട്ടിട്ടുള്ള എന്നുള്ളത്. നേരെ മറിച്ച് ആദ്യം തന്നെ പ്രോപ്പറായിട്ട് ഇതാണ് എനിക്ക് കിട്ടുന്ന സാലറി, ഇങ്ങനെയാണ് എൻ്റെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ, സോ അതനുസരിച്ചുള്ള ഒരു ജീവിതമായിരിക്കും ഉണ്ടാകുക. ഇനി നമുക്ക് ലൈഫിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരണമെങ്കിൽ ഞാൻ അഡീഷണൽ എൻ്റെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, ഞാൻ അതനുസരിച്ചുള്ള ഫ്യൂച്ചറിൽ ഇൻകം പ്രതീക്ഷിക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ പോവാം. ഇപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. ഇപ്പോൾ ഭാര്യയ്ക്കാണെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് എൻ്റെയും വരുമാനം, അല്ലേ? ഇപ്പോൾ ചില ആൾക്കാർക്ക് ഫാമിലിയിൽ ഓൾറെഡി ലോൺ ഉണ്ടായിരിക്കും, ഭർത്താവിനുണ്ടായിരിക്കും, അതുപോലെ തന്നെ ഓൾറെഡി ഉള്ള ലോണുകൾ ഉണ്ടായിരിക്കും, അടച്ചു വിട്ടാൻ ഒരുപാട് ബാധ്യതകൾ ഉണ്ടായിരിക്കും, ഭാര്യയ്ക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് രണ്ട് വ്യക്തികൾക്കും അറിയാമെങ്കിൽ അവിടെ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അവിടെ ഒരു പ്രശ്നം വരില്ല. ഭാര്യയ്ക്ക് തലയിൽ അറിയാം ഈ വ്യക്തിയുടെ കയ്യിൽ ഇത്ര പൈസ ഉള്ളോ, അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. നേരെ മറിച്ച് ഇപ്പുറത്താണെങ്കിലും മെജോറിറ്റി നമ്മൾ കേരളത്തിൽ കണ്ടുവരുന്നത് ഭർത്താക്കന്മാരായിരിക്കും ഈ ബഡ്ജറ്റ് ഫിനാൻഷ്യൽ കാര്യങ്ങൾ മാനേജ് ചെയ്യുക. അതല്ലാണ്ടും ഉണ്ട്, ഭാര്യമാരും നോക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ ഫാമിലിയിലൊക്കെ അമ്മയാണ് എല്ലാ കാര്യങ്ങളും കൂടുതൽ മാനേജ് ചെയ്തിട്ടുള്ളത്, അച്ഛനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അത് ഡിപ്പെൻസ് ആണ്. എന്നാലും ഞാൻ സ്വതവേ പറയാണ്, മെജോറിറ്റി ഭർത്താവായിരിക്കും ഇതൊക്കെ നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ ലൈഫിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ ഏർലി മാരേജ് ആയിരുന്നു, നേരത്തെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വൈഫൊക്കെ 18-19 ആകുമ്പോഴേക്കും കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി. അപ്പോൾ ആ ഒരു സമയത്ത് ആ വ്യക്തിക്ക് പ്രോപ്പറായിട്ടുള്ള ഫിനാൻഷ്യൽ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇതിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുന്ന ഇൻകം എന്നുള്ളത് അറിയില്ല. പിന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അതനുസരിച്ചിട്ടൊക്കെ ചിലപ്പോൾ ഒരു മാറ്റം വരുത്താൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അത് ശ്രമിക്കുകയാണെങ്കിൽ, അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പൊട്ടിത്തെറിക്ക് മുമ്പ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പ്രോപ്പറായിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കടക്കണിയിലോട്ട് എത്താണ്ട് സ്മൂത്തായിട്ട് ലൈഫ് പോകുന്നുള്ളതാണ്. അപ്പോൾ ഒരു ഓപ്പൺ അപ്പ് വേണ്ടത് എവിടെയാണ്? ഫിനാൻഷ്യൽ മാറ്റേഴ്സിലാണ്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, അപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്നവരാണെങ്കിലും കല്യാണം കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഇതുവരെ ഈ പറയുന്ന തുറന്ന് പറച്ചിൽ ഫിനാൻഷ്യൽ മാറ്റേഴ്സിനെ പറ്റിയിട്ട് നിങ്ങൾ മൊത്തം അങ്ങോട്ട് പറയാ. അപ്പോൾ നിങ്ങൾക്കും ഒരു സമാധാനം ഉണ്ടായിരിക്കും, ലൈഫ് നല്ല രീതിയിൽ പിന്നെ മുന്നോട്ട് പോകുന്നുള്ളതാണ്. നിങ്ങൾക്ക് എപ്പോഴും സപ്പോർട്ടിന് നിങ്ങളുടെ പിന്നാലെ നിൽക്കുന്നത് ഒരേ ഒരു വ്യക്തി തന്നെയായിരിക്കും ഏത് കാലത്തും, അത് ഭാര്യ മാത്രമാണ്, വേറെ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മാനം പോയില്ലേ, എന്താവും എന്നൊക്കെ വിചാരിച്ചിട്ടൊന്നും പറയാണ്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയ അബദ്ധം. നിങ്ങളിത് പ്രോപ്പറായിട്ട് പറയുകയാണെങ്കിൽ അവരുണ്ടായിരിക്കും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും. അപ്പോൾ ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. ദെൻ രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ബഡ്ജറ്റ് മെയിൻറ്റെയിൻ ചെയ്യാത്തതാണ് മെജോറിറ്റി ഫാമിലിയിൽ ഫെയിലിയർ ഉണ്ടാകാനുള്ളൊരു കാരണം. ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഇങ്ങേരും മാത്രം നല്ല ഡ്രസ്സ് എടുക്കില്ല, ഏതെങ്കിലും വില കുറഞ്ഞ ഈ ഒരു കളറുള്ള ഡ്രസ്സ് മാത്രമാണ് ഇപ്പോൾ ഇടുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞു, ബഡ്ജറ്റിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യം ഈ വ്യക്തിയുടെ തലയിൽ മാത്രമല്ലോ. സോ രണ്ടുപേരും, ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും, ഒരു മാസത്തെ മാത്രമല്ല ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്ക് ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കണം എന്നുള്ളത് മസ്റ്റാണ്. അത് ഷോർട്ട് ടൈം കാര്യങ്ങളാണെങ്കിലും ലോങ് ടൈം കാര്യങ്ങളാണെങ്കിലും. ഇതിൽ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഒരുപാടുണ്ടായിരിക്കും. മാരേജ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് കേരളത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്,
നെക്സ്റ്റ് ആദ്യത്തെ അല്ലേ കുട്ടികളുടെ കാര്യം, വീട് വെക്കണ കാര്യം, കാർ മേടിക്കണ കാര്യം, അല്ലെങ്കിൽ ഭാര്യയുടെ വീട്ടുകാർ പറയണ്ടാവും അവർ കണ്ടില്ലേ അങ്ങനെയായി, നിങ്ങൾ എന്തെങ്കിലും ചെയ്യണില്ലേ. ഇപ്പൊ ഒരു മൊബൈൽ മേടിച്ചാൽ തന്നെ പറയും എന്ത് ഇത് മേടിച്ചേ അത് മേടിക്കാന്നല്ലേ. ഓരോരുത്തർക്കും എന്താണ് പല പല അഭിപ്രായങ്ങളുണ്ടായിരിക്കും. ഇവരുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതമാകെ കുട്ടിച്ചോറാവും. സോ അതിന് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് നല്ലൊരു പ്ലാൻ ഉണ്ടാക്കുക. ഫിനാൻഷ്യൽ പ്ലാൻ നിർബന്ധമായും ഉണ്ടാക്കിയിരിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞു 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയണം എത്രയാണ് ഒരു മാസം നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം. ദെൻ നമ്മൾ സാധാരണ കണ്ടുവരുന്നൊരു കാര്യം, ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കും വീട്ടിൽ മാനേജ് ചെയ്യുക. ഇപ്പോൾ ഭർത്താവിന് മാത്രമാണ് ശമ്പളം, ഭാര്യയ്ക്കില്ല. അപ്പോൾ ഭർത്താവ് മുഴുവൻ എന്താ ചെയ്യുന്നു, ഇതൊക്കെ കാര്യങ്ങളൊക്കെ നോക്കുന്നു. ആ ഒരു അവസ്ഥ മാത്രമല്ല കേരളത്തിൽ. ഭർത്താവും ഏൺ ചെയ്യുന്നുണ്ട്, ഭാര്യയും ഏൺ ചെയ്യുന്നുണ്ട്. എന്നാലും ഭാര്യയ്ക്ക് എത്ര ടോട്ടൽ ഇൻകം ഉണ്ട്, എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്, ഇതൊന്നും ഭാര്യ അന്വേഷിക്കില്ല. മൊത്തം ഭർത്താവിൻ്റെ തലയിലേക്കായിരിക്കും ഉണ്ടാവുക. സോ അതും ഒരു മോശം അവസ്ഥയാണ്. എത്രയാണ് കയ്യിലുള്ള വരുമാനം എന്നുള്ളത് 2 വ്യക്തികളും അറിഞ്ഞിരിക്കണം. ദെൻ നിങ്ങൾ പ്രോപ്പറായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കണം. നമുക്കിനി ഇപ്പോൾ മറ്റുള്ള ആൾക്കാർ പറയണ കേൾക്കണ്ട, എപ്പോൾ ഒരു കാർ മേടിക്കാം, അതിനുള്ള ഫണ്ട് നമ്മുടെ കയ്യിലുണ്ടോ, എപ്പോൾ ഒരു വീട് വെക്കാം അല്ലേ, അല്ലെങ്കിൽ എപ്പോൾ ഗോൾഡ് മേടിക്കാം, ഓരോ പ്രോഗ്രാമിന് പോകുമ്പോൾ നമ്മൾ ഏത് രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം. ഇങ്ങനെ ഒരു ധാരണ 2 പേർക്കും ഉണ്ടെങ്കിൽ, ഫിനാൻഷ്യൽ മാറ്റേഴ്സിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് വളരെ സ്മൂത്തായിട്ട് പോവും. ഇതല്ലാണ്ട് പലപ്പോഴും ഭാര്യയ്ക്ക് എത്രയാണ് ഭർത്താവിൻ്റെ കയ്യിലുള്ള പൈസ എന്ന് അറിയാണ്ടാവുമ്പോഴാണ് അടുത്ത ആഴ്ച പരിപാടി ഉണ്ട് കേട്ടോ, നമുക്ക് ആ ഗിഫ്റ്റ് കൊടുക്കണം കേട്ടോ, അവരെനിക്ക് ഇത്ര തന്നിട്ടുള്ളതാണ്. സോ ഭാര്യയ്ക്ക് അറിയില്ല ഈ മനുഷ്യൻ്റെ അവസ്ഥ എന്താണ്. അല്ലെങ്കിൽ ഭർത്താവ് ഏതൊക്കെ ദുർഘട ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നുള്ളത് അന്വേഷിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ വ്യക്തി പറയുന്നില്ല. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പം നല്ലൊരു പ്ലാൻ ഉണ്ടാക്കണം. ആ പ്ലാൻ ഉണ്ടാക്കി വെച്ച് ഇതുവരെ മേ ബി ഒരു വ്യക്തി മാത്രമാണ് എല്ലാതും മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് 2 വ്യക്തികളും കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതിൽ ഇപ്പോൾ നമ്മൾ പലപ്പോഴും കാണാറുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരാൾ ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഒരു പിടുത്തമൊക്കെ ഉണ്ടായിരിക്കും, മറ്റാൾ ചിലപ്പോൾ പിടുത്തം ഉണ്ടാവില്ല. അങ്ങനെയായിരിക്കും മിക്കതുണ്ടാവുക, മിക്ക ഫാമിലിയിലും. അങ്ങനെയാകുമ്പോൾ കുറച്ച് പിടുത്തമുള്ള ആൾ, ഇപ്പോൾ 2 ടൈപ്പ് ചിലവുകളുണ്ടല്ലോ നമ്മുടെ മുമ്പിൽ. നമ്പർ 1 എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് റെൻറ്റ് കൊടുക്കണം. ഇപ്പോൾ വാടകയ്ക്കാണെങ്കിൽ റെൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും, ഇലക്ട്രിസിറ്റി, അങ്ങനെ കുറേ എന്താണ് ഫിക്സഡും ഉണ്ട്, വാരിയബിളും ആയിട്ടുള്ള ചിലവുകളുണ്ട് അല്ലേ. എന്തായാലും കൊടുക്കേണ്ടതായിട്ട് വരുന്ന, ഇപ്പോൾ എഡ്യൂക്കേഷണൽ എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ അല്ലേ ഫിക്സഡ് ആണ് ഫീസ് കൊടുക്കേണ്ടത്. അപ്പോൾ ഫിക്സഡ് ആയിട്ടുള്ള ചിലവുകളുണ്ട്, വാരിയബിൾ ആയിട്ടുള്ള ചിലവുകളുണ്ട്. ഫിക്സഡ് ആയിട്ടുള്ള ചിലവുകൾ എന്ന് പറയുമ്പോൾ അത് നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല, കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഈ ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഒരു പിടുത്തമില്ലാത്ത ആൾക്കാരില്ലേ, അവർക്ക് ഈ പറയുന്ന ഫിക്സഡ് കാര്യങ്ങൾ പേ ചെയ്യാനും അത് എത്രയാണെന്നൊക്കെ അന്വേഷിക്കാനും ടോട്ടൽ എന്തായാലും അറിയണം. ദെൻ ഇത്രയാണ്, ഇങ്ങനെയൊക്കെയാണ് പോകണമെന്നുള്ളത് അവർക്ക് ഏൽപ്പിക്കുക. വാരിയബിൾ കാര്യങ്ങൾ അത് ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ഒന്ന് പിടിക്കാൻ കഴിവുള്ള വ്യക്തി ചെയ്യുക. കാരണം വാരിയബിൾ എക്സ്പെൻസ് ഏറ്റവും കുറയ്ക്കുന്നു, അത്രത്തോളം നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ 2 കൂട്ടരും ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ലൈഫ് സ്മൂത്ത് ആവുള്ളൂ. അതുമാത്രമല്ല, നമുക്ക് എത്ര കടമുണ്ട്, എത്ര ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് എന്നുള്ളത് 2 വ്യക്തികളും അറിഞ്ഞില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. മനസ്സിലാവുണ്ടോ? കാരണം ഇപ്പോൾ ഏതെങ്കിലും ഒരാൾക്ക്, ഇപ്പോൾ ഇതൊക്കെ നോക്കേണ്ടുന്നത് ഹസ്ബൻഡ് ആണെങ്കിൽ, ഹസ്ബൻഡിന് ഒരു ചെറിയൊരു അസുഖം വന്നു. സോ ആ ഒരു സമയത്ത് പൈസയ്ക്ക് വേണ്ടിയിട്ട് ക്രെഡിറ്റ് കാർഡ് എടുക്കണു അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് എടുക്കുന്ന സമയത്ത് ഭാര്യയ്ക്ക് ഈ കാർഡിൻ്റെ പിൻ നമ്പർ അറിയില്ല, ഇതൊക്കെ ബാങ്ക് അക്കൗണ്ടിലാണ് പൈസ എന്നറിയില്ല. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇൻഷുറൻസ് എവിടെയാണെന്ന് അറിയില്ല. ഇതൊന്നും അറിയാത്ത ഭാര്യമാരാണ് നമ്മുടെ കേരളത്തിൽ മെജോറിറ്റി. ഇൻഷുറൻസ് ഭർത്താവ് എവിടെ ചെയ്തതെന്ന് അറിയില്ല, ഏതൊക്കെ ബാങ്ക് അക്കൗണ്ടിലാണ് പൈസ ഇട്ടുള്ളതെന്ന് അറിയില്ല, ലോൺ എവിടെ നിന്നൊക്കെ എടുത്തിട്ടുള്ളതെന്ന് അറിയില്ല, ആർക്കൊക്കെ ഇനി വേറെ പൈസ കൊടുക്കാനുണ്ടെന്ന് അറിയില്ല, ഇതൊന്നും അറിയില്ല. അപ്പോൾ ഈ വ്യക്തിക്ക് ചെറിയൊരു അസുഖം വന്നു, ഹോസ്പിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ ബോധമില്ലാണ്ടാണ് എടുക്കണമെങ്കിൽ കയ്യിൽ ഇപ്പോൾ ഈ വ്യക്തിയുടെ പേഴ്സ് മാത്രം ഉണ്ടായിരിക്കും. ഇപ്പം നമ്മൾ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ ഡിജിറ്റൽ ആയതുകൊണ്ട് തന്നെ ഇതൊന്നും യൂസ് ചെയ്യാൻ അറിയാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ ദുർഘടം പിടിച്ചൊരവസ്ഥയിലോട്ട് എല്ലാവരും എത്തുന്നുള്ളതാണ്. സോ
നല്ല സ്മൂത്തായിട്ട് ലൈഫ് പോകണമെങ്കിൽ വിവാഹശേഷം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ പറഞ്ഞു കല്യാണം കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഓപ്പൺ അപ്പ് ചെയ്യേണ്ടത് ഫിനാൻഷ്യൽ മാറ്റേഴ്സിനെ പറ്റിയുള്ള കാര്യങ്ങളാണ്. അതിനുശേഷം പ്രോപ്പറായിട്ടുള്ളൊരു ബഡ്ജറ്റ് വയ്ക്കുക. രണ്ടുപേരും ഈ പറയുന്ന ഫിനാൻഷ്യൽ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ നോക്കുക. ഞാൻ പറഞ്ഞു എപ്പോഴും ഒരാൾക്ക് ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഒരു പിടുത്തുണ്ടാവും, മറ്റാൾക്ക് അല്ലേ ഉണ്ടാവില്ല. അങ്ങനെയാണ്. ഈ രണ്ടുപേരും പിടുത്തില്ലാത്ത ആൾക്കാരാകുമ്പോഴാണ് കയ്യിൽ നിന്ന് കാര്യങ്ങളൊക്കെ പോവുക. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ ലൈഫ് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിനെപ്പറ്റിയുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ. വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികളും വിവാഹശേഷം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരും ഇതൊക്കെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക, ലൈഫ് സ്മൂത്ത് ആക്കുക. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ സിയേഴ്സ് സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.